ലേശം വെളുത്താന്ന് തോന്നുന്നു. പിള്ളേരുടെ ഒരു കാര്യം. मेरे सपनों की रानी कब आएगी तू आयुरुकुमत गाने नन आएगी चलिया लालिया കാണാനൊക്കെ ഗെറ്റപ്പൊക്കെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, പ്രായം കുറയൂ. ഇവിടെയൊക്കെ ഡൈ അടിക്കണം ഒന്നുകൂടി. കുളിച്ച് കുട്ടപ്പനായല്ലോ. നോക്ക് എങ്ങനെയുണ്ട്? ആ ഫേസിനൊക്കെ ഒരു തിളക്കമൊക്കെ വന്നു. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം ഡെയിലി യൂസ് ചെയ്താൽ മതി. 20 മിനിറ്റ് ചെറുപ്പം ചെയ്യും. മൂക്കിനോടൊക്കെ ഇവിടെയൊക്കെ വെളുത്തില്ലേ? അതാണ് മൂക്കിന്റെ തുമ്പ് നല്ല നിറമുണ്ടല്ലേ. അതെ, ഈ വെയിൽ കൊള്ളുന്നോണ്ടാണ് ഞാനേ. അതെ അച്ഛാ, അല്ല ഈ മുഖമൊക്കെ നമ്മള് വെളുപ്പിച്ചു കിടലാക്കി. ഈ ഡ്രസ് എന്തോന്നു നല്ല ഇപ്പൊ എടുത്തിട്ടത്. അയ്യോ ഡ്രസ് പഴഞ്ച വേഷം ഇട്ടോണ്ടാണ് അച്ഛൻ ചെറുപ്പാവും നിങ്ങളെ. അച്ഛ എപ്പോഴും ഇതല്ലേ ഇടുന്നേ. അതുകൊണ്ടല്ലേ എപ്പോഴും ഇടുന്ന കാര്യങ്ങളൊന്നും ഇനി ഇടാൻ പറ്റൂല. ചെറുപ്പാവണ്ടേ ചേച്ചി? ഇത് അങ്ങ് ഇടുക. ടീഷർട്ട് ഇടും. അയ്യോ ഇതെന്തോന്ന്? ഷോർട്സ്. അച്ഛ ഇതൊന്നും ഇടൂലെന്ന് അറിഞ്ഞൂടെ മക്കളെ? ഇനി ഇടാലോ അല്ലേ? ഇനി ഇടാം. എന്തോ മോളെ എന്താ ഇതിന് പ്രശ്നം? എന്തോന്ന്? അച്ഛന് ചെറുപ്പാവണെങ്കിൽ ഞങ്ങള് പറയണ പോലെ കേൾക്കേണ്ടി വരും കേട്ടോ. കേക്കാന്നല്ലേ പറഞ്ഞേ? ഇടാം. ഇടുവല്ലോ. പിന്നെ ഹെയർ സ്റ്റൈൽ ഹെയർ ഒക്കെ ചേഞ്ച് ചെയ്യണം. ദാ ജെല്ല്, നമുക്ക് ഇതൊക്കെ അങ്ങ് ചേഞ്ച് ആക്കി സ്പൈക്ക് വയ്ക്കണം. സ്പൈക്കാ ഇങ്ങനെ പൊങ്ങിയിരിക്കണേ? അയ്യേ അതൊക്കെ ബോറ്. ഒരു ബോറും ഇല്ല. ഞങ്ങള് പറയണല്ലോ അങ്ങ് കേട്ടാ. അച്ഛാ അവിടെ വന്ന് ഇരി അച്ഛാ. ഒന്ന് വാ, പെട്ടെന്ന് റെഡി ആയിട്ട് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കണം. സർപ്രൈസ് കൊടുക്കണം. മുടിയൊക്കെ ഞങ്ങൾ സെറ്റ് ആക്കി തരാം. ഇത് ഒട്ടിയിരിക്കുമല്ലേ ജെല്ലിയൊക്കെ തേച്ച്? അപ്പൊ നമുക്ക് ചിന്തനാവാ. സൂപ്പർ ആയിട്ട് അച്ഛനെ അമ്മ വിളിച്ചിട്ട് അമ്മ വാ. എന്തോ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അതൊക്കെ സർപ്രൈസ് കാണേണ്ടതാണ്. പറഞ്ഞൊരു സുഖമില്ല. അതെ. എവിടെ സർപ്രൈസ്? കണ്ട് കണ്ണടച്ചിരിക്കട്ടോ. കണ്ണട. അച്ഛാ അച്ഛാ ഇല്ല അച്ഛൻ വന്നില്ല. അച്ഛാ 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 കണ്ണട. മണി എങ്ങനെയുണ്ട്? യോയോ എന്ത് കോല ദിവ്യേട്ട ഇത്. ഫേക്ക് കോലം. അല്ലാതെ അച്ഛൻ ഭയങ്കര ചുള്ളനായിരിക്കുമല്ലേ? ന്യൂജനായി കണ്ടില്ലേ സ്പൈക്ക് ഒക്കെ വെച്ചിട്ട്. ചുള്ളൻ സ്പൈക്ക്. എന്തോന്ന് മണി ഇത്? ഞാനേ കുറച്ച് ചെറുപ്പമാണെന്ന് നമ്മുടെ മക്കളടുത്ത് പറയുമ്പോ അവരെ ചെറുപ്പാക്കിയണ്ട. പിള്ളേർ ഓരോന്ന് പറയുന്ന അനുസരിച്ച് താളത്തുള്ള പരിപാടിയാണിത്. അയ്യോ ഞങ്ങൾ എന്തോന്ന് പറയാനാണ്? അച്ഛൻ വന്ന് പറഞ്ഞ് ഓഫീസിൽ എല്ലാരും കളിയാക്കുന്ന ഒരുപാട് പഴഞ്ചനെ പോലെയാണ് ഇപ്പൊ നടക്കുന്നതെന്നൊക്കെ. അതന്നെ മണി, ഞങ്ങൾ ചെറുപ്പമാക്കി. ഓഫീസിൽ എല്ലാരും പറഞ്ഞ് രവി കുറച്ച് പഴഞ്ചനാണ് എന്ന് പറഞ്ഞപ്പോ ഞാനത് പിള്ളേർ ചോദിച്ചു, പിള്ളേരെന്നെ കുറച്ച് ചെറുപ്പമാക്കി. ആഗ്രഹം പറയുമ്പോ നമുക്ക് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതെ, നിങ്ങൾ പഴഞ്ചനാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ലല്ലോ. അത് പിന്നെ അമ്മ കാക്കയ്ക്ക് തൻ കുഞ്ഞു പൊൻകുഞ്ഞൊന്നല്ലേ? അമ്മേരെ സ്വന്തം ഭർത്താവ് അമ്മയ്ക്ക് പഴഞ്ചനാണെന്നൊന്നും തോന്നൂല. അതുപോലെയാണോ നാട്ടുകാര്? പണ്ടർക്ക് അങ്ങനെയൊക്കെ തോന്നിയിരിക്കും. രവിയേട്ട മാറ്റി കണ്ടിട്ടല്ലേ ഒരുമാതിരി തോന്നുന്നു. ഇത് നീ അസൂയുണ്ട് പറയണല്ലേ? നന്നായിട്ടുണ്ട് എനിക്ക്. ഈ കോലം കണ്ടിട്ട് ആർക്കെങ്കിലും അസൂയ തോന്നും? സത്യത്തിലെ ഇത് ആദ്യം കുറച്ച് എനിക്ക് ഒരു ഇറിറ്റേഷൻ ഒക്കെ തോന്നി. പക്ഷെ ഇപ്പൊ ഇതില് ഞാൻ ഓക്കെയാണ്. നല്ല സ്റ്റൈലുണ്ട് മണി. രവിയേട്ട കോമാളി വേഷം മാറ്റി വെച്ചൂടെ? നാളെ ആരെങ്കിലും കണ്ടു ഞാൻ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് വരെ മാറ്റിട്ട് വാ. കോമാളി വേഷം എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ കോലത്തിലാക്കിയത്? എത്ര സമയം എടുത്തെന്നറിയോ?
ഞാൻ 5 മിനിറ്റ് സമയം തരും, അതിനുള്ളിൽ മാറ്റാൻ പറ്റുമോ ഇല്ലയോ? എനിക്ക് വേറൊന്നും കേൾക്കണ്ട, മാറ്റിയേ പറ്റുള്ളൂ. ഞാൻ പോണു. മാറ്റി പറ്റൂ. എത്ര പാടുപെട്ടാണ് മുഖത്ത് അവര് കുറെ ആദ്യം തേച്ച് അത് കഴിഞ്ഞ് ഇങ്ങനെ എന്ത് പാടുപെട്ടാണ്. എനിക്ക് ഞാൻ കണ്ണാടി നോക്കി, എനിക്ക് നല്ല രസമുണ്ട്. ഞാൻ മാറ്റത്തൊന്നുമില്ല. പിന്നെ മാറ്റുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിനാണ്. അമ്മ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്കേ അല്ലേ? അതെ, അതും ശരിയാണ്. പിന്നെ അവള് പറഞ്ഞ എല്ലാം ചെയ്യുന്നോണ്ടാണ് ഈ പ്രശ്നം. ഞാൻ മാറ്റൊന്നും പോണില്ല. ഉറപ്പിച്ച അപ്പൊ അമ്മയുടെ അടുത്ത് എതിർക്കാനാണോ അച്ഛന്റെ തീരുമാനം? വെറുതെ എതിർക്കണോ? അവള് പറഞ്ഞെല്ലാം കേൾക്കണോണ്ടാണ്. ഞാനേ രണ്ടെണ്ണം പറഞ്ഞിട്ടുള്ളൂ. രണ്ടെണ്ണം പറഞ്ഞിട്ടുള്ളൂ. അമ്മ അങ്ങോട്ട് പോയെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇപ്പൊ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് വരാം, എന്നിട്ട് പോയി അവൾക്ക് പറയാം. പിന്നെ എന്നായിരിക്കുന്നില്ലേ? ഒട്ടും പേടിയില്ല അമ്മ. പൊന്നു.